ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. ആദ്യം ഇലക്ട്രോമാഗ്നറ്റിസം എന്ന ടോപ്പിക് നോക്കാവേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, phenomena under which change in current in a conductor causes EMF in the conductor itself is called mutual induction, convection, self-induction, conductivity. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. കണ്ടക്ടറിലെ ചേഞ്ച് ഇൻ കറണ്ട് കാരണം കണ്ടക്ടറിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര് എന്താണ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഓഡിബിൾ ആണോ? യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ ഓക്കെ. സെൽഫ് ഇൻഡക്ഷൻ ആണ്. കാരണം ഒരു കണ്ടക്ടറിന്റെ കറന്റ് ചേഞ്ച് കാരണം ആ കണ്ടക്ടറിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ. അടുത്തത്, when two coils are tightly coupled, an increase in current in one coil induces voltage in other coil. What is that phenomenon? അതായത് രണ്ട് കപ്പിൾഡ് കോയിൽ ഉണ്ട്. ഒരു കോയിലിന്റെ ചേഞ്ച് ഇൻ കറണ്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് മറ്റേ കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര് എന്തായിരിക്കും? നേരത്തെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതെന്തായിരിക്കും? ദ ഫിനോമിനൻ ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ. അപ്പൊ ഒരു കണ്ടക്ടറിലുള്ള ചേഞ്ച് ഇൻ കറണ്ട് കാരണം വേറൊരു കണ്ടക്ടറിൽ അല്ലെങ്കിൽ വേറൊരു കോയില് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേര് മ്യൂച്വൽ ഇൻഡക്ഷൻ. ആൻഡ് ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് ഹെൻറി ആണ്. നെക്സ്റ്റ്, a circuit has an inductance of 2 Henry. If the circuit current changes at the rate of 10 ampere per second, then self-induced EMF. അപ്പൊ self-induced EMF ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഡേറ്റ നോക്കുക. സർക്യൂട്ടിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുമ്പോൾ L 2 Henry ആണ്. സർക്യൂട്ട് കറണ്ട് ചേഞ്ചസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ആംപിയർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? നമുക്കറിയാം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF യുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E is proportional to അല്ലെങ്കിൽ നമുക്ക് E equal to L into ഇൻഡക്റ്റൻസ് വാല്യൂ into റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്, അതായത് DI ഡിവൈഡഡ് ബൈ DT എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഫോർമുല ഈസ് ഈക്വൽ ടു L into DI by DT. L എന്ന് പറയുന്ന കോയിലിന്റെ ഇൻഡക്റ്റൻസും DI by DT എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടുമാണ്. രണ്ട് വാല്യൂം ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്തായിരിക്കും ആൻസർ? 2 into 10 which is equal to 20 volt. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. ആൻസർ എന്ന് പറയുന്നത് 20 വോൾട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡക്റ്റൻസ് L is equal to 2 Henry, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് 10 ആംപിയർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ വാല്യൂ ഓക്കെ ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ,
ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പൊ 4 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാ? അലൂമിനിയം, മെർക്കുറി, നിക്കൽ, മാംഗനീസ്. ഇപ്പം 4 മെറ്റീരിയൽ തന്നിട്ടുണ്ട്, 4 എലിമെന്റ്സ് തന്നിട്ടുണ്ട്. ഏതാണ് 4 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അതിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും റിപ്പൽ ചെയ്യപ്പെടുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്ത് ആ ഒരു സബ്സ്റ്റൻസ് റിപ്പൽ ചെയ്യുവാണെങ്കിൽ അതിനെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. ഇനി ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റിലേറ്റീവ് പെർമിയാബിലിറ്റി μr എന്ന് പറയുന്നത് വെരി മച്ച് അല്ല, ലെസ് ദാൻ 1, μr ലെസ് ദാൻ 1. പിന്നെ സസെപ്റ്റബിലിറ്റി ഉണ്ട്. സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, നെഗറ്റീവ് വാല്യൂം ആയിരിക്കും. സോ ആ ഒരു മെറ്റീരിയലിനെയാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 4 മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്: അലൂമിനിയം, മെർക്കുറി, നിക്കൽ, മാംഗനീസ്. അലൂമിനിയം എന്ത് മെറ്റീരിയൽ ആണ്? അതിനു മുന്നേ ഈ തന്നിരിക്കുന്നതിൽ ഡയാമാഗ്നറ്റിക് ഏതായിരിക്കും? വിച്ച് ഇസ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ? അലുമിനിയം ആണോ, മെർക്കുറി ആണോ, നിക്കൽ ആണോ, മാംഗനീസ് ആണോ? മെർക്കുറി. യെസ്, മെർക്കുറി ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അലൂമിനിയം എന്തായിരിക്കും? അലൂമിനിയം പാരാമാഗ്നറ്റിക് ആണ് കേട്ടോ. അതെ, അലൂമിനിയം പാരാമാഗ്നറ്റിക്. നിക്കൽ ആണെങ്കിലോ? ഫെറോ. നിക്കൽ ഫെറോ. മാംഗനീസ്? മാംഗനീസ് പാരയാണ്. മാംഗനീസും പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ മെർക്കുറി ആണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്: വാട്ടർ, വുഡ്, പെട്രോളിയം, പ്ലാസ്റ്റിക്സ്, കോപ്പർ, മെർക്കുറി, ഗോൾഡ്, ബിസ്മത്ത്, സിൽവർ, കാർബൺ. ഇതൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഓക്കെ, ഗോൾഡും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇനി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട്, ചിലപ്പോൾ അത് ചോദിക്കാവേ, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത് ചോദിക്കാം. സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ബിസ്മത്ത് ആണ്. ബിസ്മത്ത് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ബിസ്മത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വാല്യൂ അറിയാവോ? μr ബിസ്മത്തിന്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബിസ്മത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 0.9998. ഇതാണ് ബിസ്മത്തിന്റെ 88 ആണ്. 88 ഇതാണ് ബിസ്മത്തിന്റെ μr റിലേറ്റീവ് പെർമിയബിലിറ്റി വാല്യൂ. അപ്പം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ചോദിക്കുവാണെങ്കിൽ ബിസ്മത്ത് ആണ്. ഓക്കെ, അടുത്തത് 2 inductors of value 400 millihenry and 225 millihenry are placed in parallel on a common core. Mutual inductance, if mutual inductance is 90 millihenry, coefficient of coupling. Coefficient of coupling ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ coefficient of coupling K എന്നാണ് നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത്. കെയും സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോർമുല എന്താ? M mutual inductance divided by ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ,
ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 999 എന്ന നിസ്സാരമായ പ്രൈസിലും. Root of L1 L2. Root of L1 L2 mutual inductance divided by root of self inductance of both the coils, each coil, both എന്നല്ല each coils. അപ്പൊ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്, ഇത് M ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട് 90 മില്ലി ഹെൻറി ആൻഡ് 2 ഇൻഡക്ടേഴ്സ് വാല്യൂ, അതായത് ഇൻഡക്ടൻസ് ഓഫ് ദ ഫസ്റ്റ് കോയിലും ഇൻഡക്ടൻസ് ഓഫ് ദ സെക്കൻഡ് കോയിലും L1 ഉം L2 ഉം തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ വാല്യൂ കിട്ടും. സോ K എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? 90 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 400 ഇൻറ്റു 225. 90 divided by root of 400 into 225. അപ്പൊ root of 400 into 225 എന്ന് പറയുന്നത് root 90,000 വരും. root 90,000 എന്ന് പറയുന്നത് 300 ആണ്. 90 by 300 നമുക്ക് ചെയ്യുമ്പോൾ 0.3 ആണ് കിട്ടുന്നത്. സോ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ, 0.3. യൂണിറ്റ് ഇല്ല, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന് യൂണിറ്റ് ഇല്ല, കാരണം ന്യൂമറേറ്റർ ഹെൻറിയും ഡിനോമിനേറ്റർ ഹെൻറിയാണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് യൂണിറ്റ് ഒന്നുമില്ല. കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് 400 milliweber passes normally through an area of 2 centimeter square. ഫ്ലക്സ് ഡെൻസിറ്റി എത്രയാണ്? അപ്പം ഫ്ലക്സ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫ്ലക്സ് തന്നിട്ടുണ്ട് 400 മില്ലി അല്ല മൈക്രോവെബർ ആണ്, 400 മൈക്രോവെബർ. ഏരിയ തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലക്സ് ഡെൻസിറ്റിയെ നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത് ബി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഫ്ലക്സ് ഡെൻസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ്സ് ആണ്. ഇപ്പം നോർമലി ഫ്ലക്സിന്റെ യൂണിറ്റ് വെബറും ഏരിയ മീറ്റർ സ്ക്വയറിലും. അപ്പം ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ മൈക്രോ വെബറിലും സെന്റിമീറ്റർ സ്ക്വയറിലുമാണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ മൈക്രോ വെബറിനെ വെബറായിട്ടും സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആയിട്ടും കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ ആൻസറിലോട്ട് അറൈവ് ചെയ്യുക. കാരണം ചിലപ്പോൾ ഫൈനൽ ആൻസർ കൺഫ്യൂസിംഗ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ വെബർ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ തരാം, മീറ്റർ സ്ക്വയറിൽ തരാം. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ യൂണിറ്റ് എന്താണ്, ആൻസറിന്റെ യൂണിറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ സോൾവ് ചെയ്ത് വെക്കാൻ. അപ്പൊ ഇവിടെ എങ്ങനെയാ തന്നിരിക്കുന്നത്? 400 മൈക്രോ വെബറും 2 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. അപ്പൊ ആദ്യം നമുക്ക് മൈക്രോ വെബറിനെ എന്താക്കി കൺവേർട്ട് ചെയ്യണം? വെബർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മൈക്രോ വെബറിനെ വെബർ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു എന്ത് ചെയ്യണം? 10⁻⁻6 അതെ, 10⁻⁻6 മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 400 വെബർ എന്ന് കിട്ടും. ഇനി ഏരിയ എന്താ? സെന്റിമീറ്റർ സ്ക്വയറിലാ ഉള്ളത്. അതിനെ എന്താക്കി മാറ്റണം? മീറ്റർ സ്ക്വയർ ആക്കി മാറ്റണം. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ, സെന്റിമീറ്റർ ടു മീറ്റർ ആക്കണമെങ്കിൽ 10⁻⁻, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻⁻2 ആണ്. പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁻2 ദ ഹോൾ സ്ക്വയർ ചെയ്യണം. അതായത് സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ, ദ വാല്യൂ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻4. ഓക്കെ, അപ്പൊ ഇവിടെ 400 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁻⁻4. ഓക്കെ, 400 into 10⁻⁻6 divided by 2 into 10⁻⁻4. അപ്പൊ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, 400 into 10⁻⁻6 divided by 2 into 10⁻⁻4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഇനി നമ്മൾ നേരെ എന്താണ് നോക്കേണ്ടത്? യൂണിറ്റ്. ആൻസറിന്റെ യൂണിറ്റ് എന്തിലാ തന്നേക്കുന്നത്? യൂണിറ്റ് ഇവിടെ എന്തിലാ തന്നേക്കുന്നത്? ടെസ്ല.
അപ്പൊ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം. ഫ്ലക്സ് ഡെൻസിറ്റി, യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് വെബർ പെർ meter square. It is also known as Weber per meter square is also known as അല്ലെങ്കിൽ also represented as Tesla. So T എന്ന് പറഞ്ഞാൽ ടെസ്ലയാണ്. അപ്പോൾ വേറെ കൺവേർഷൻസ് ഒന്നും വേണ്ട, നമ്മൾ ഇവിടെ വെബർ പെർ മീറ്റർ സ്ക്വയർ ആക്കി കഴിഞ്ഞു. സോ കിട്ടുന്ന ആൻസർ അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ബൈ ഏരിയ. കൺവേർഷൻസ് ഒക്കെ ചെയ്യുക, യൂണിറ്റ് എന്താണെന്ന് നോക്കുക, അതിനനുസരിച്ച് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which among the following inductance of an inductor for the given core is maximum? വേറൊന്നുമല്ല, എയർ കോർ, കോപ്പർ കോർ, അയൺ കോർ, വുഡ് കോർ, കോർ മേഡപ്പ് ഓഫ് എയർ, കോപ്പർ, അയൺ, വുഡ്, 4 തന്നിട്ടുണ്ട്. അപ്പൊ ഈ 4 കോറുകളിലും ഏത് കോറിന്റെ ഇൻഡക്റ്റൻസ് ആണ് കൂടുതൽ? ഓക്കെ, അയൺ കോർ ഇൻഡക്ടറിന്റെ ആണോ, കോപ്പർ കോർ ഇൻഡക്ടറിന്റെ ആണോ, എയർ കോർ ഇൻഡക്ടറിന്റെ ആണോ, വുഡൻ ഇൻഡക്ടറിന്റെ ആണോ? ഇൻഡക്റ്റൻസ് വാല്യൂ മാക്സിമം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് among the inductance of the given inductor is maximum? ഏതായിരിക്കും? അയൺ കോർ ആയിരിക്കും മാക്സിമം ഇൻഡക്റ്റൻസ് ഉള്ളത്. അയൺ കോറിനായിരിക്കും മാക്സിമം ഇൻഡക്റ്റൻസ് ഉള്ളത്. അപ്പം ഇൻഡക്റ്റൻസിന്റെ ഫോർമുല നമുക്കറിയാം. L is equal to അല്ലെങ്കിൽ L is proportional to n square mu a divided by L. ഇൻഡക്റ്റൻസ് പല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പെർമിയബിലിറ്റി വെച്ചിട്ടുള്ള ഫോർമുലയാണ് എടുത്തേക്കുന്നത്. n സ്ക്വയർ mu a by L അല്ലെങ്കിൽ mu 0 mu r into a by L എന്ന് എടുക്കാം. അതായത് ഇൻഡക്റ്റൻസ് is directly proportional to permeability. Inductance is directly proportional to permeability of the material. Permeability mu ആണ്. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അയണിന്റെ പെർമിയാബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ. അയൺ ഹാസ് ദി ഹയസ്റ്റ് പെർമിയാബിലിറ്റി. അത് കാരണം അയണിന്റെ ഇൻഡക്റ്റൻസ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന കോറുകളിൽ അയൺ കോറിന്റെ ഇൻഡക്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ, കാരണം അയണിന്റെ പെർമിയാബിലിറ്റി ആണ് ഹയസ്റ്റ്. ഓക്കെ, അടുത്തത്. Property of a coil by virtue of which it opposes the change in current flowing through it. അപ്പോ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എന്ത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാ ചോദിച്ചിരിക്കുന്നത്? വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് opposes the change in current flowing through that coil. Okay, property of the coil by which it opposes the change in current flowing through ആ കോയിൽ തന്നെ. അപ്പൊ വീണ്ടും എയർ കോർ ഇൻഡക്ടർ, മ്യൂച്വൽ ഇൻഡക്ടൻസ്, സെൽഫ് ഇൻഡക്ടൻസ്, ടൊറോയിഡൽ ഇൻഡക്ടർ. ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത് എളുപ്പമാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ. അപ്പൊ പ്രോപ്പർട്ടി ഓഫ് ദി കോയിൽ ബൈ വിച്ച് ഇറ്റ് ഓപ്പോസസ് ദി ചേഞ്ച് ഇൻ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സെയിം കോയിൽ, അതിന് പറയുന്നത് സെൽഫ് ഇൻഡക്ടൻസ്. ഓക്കെ, അപ്പോ സെൽഫ് ഇൻഡക്ടൻസ് അറിയാം. ഇൻഡ്യൂസ്ഡ് EMF നെ L into di by dt. L is equal to minus E divided by di by dt. അപ്പം ഇത് തിയറി പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത്, ഫ്ലക്സ് ഓഫ് 200 microweber passes through an area of 2 centimeter square. What is the flux density? സെയിം ടൈപ്പ് ആയിരുന്നു കുറച്ച് മുന്നേ നമ്മൾ നോക്കിയത്, വാല്യൂസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ആ ഒരു രീതിയിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഇവിടെയും ഇവിടുത്തെ വേറൊരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ യൂണിറ്റ്സ് നോക്കിക്കേ. ടെസ്ലയിലും ഗോസിലും ഒക്കെയാ തന്നേക്കുന്നത്. 1 ടെസ്ല 1 ഗോസ്, 0.1 ടെസ്ല 0.1 ഗോസ് എന്ന ടെസ്ലയിലും ഗോസിലും ഒക്കെയാ തന്നേക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ജസ്റ്റ് സോൾവ് ചെയ്യണം. തന്നിരിക്കുന്ന ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എയിം. അപ്പൊ സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ടെസ്ലയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ടെസ്ലയാണ്. അതിൽ എത്ര വാല്യൂ കിട്ടുന്നു എന്നുള്ളത് നോക്കുക. അത് ഈ ആൻസറിലുണ്ടോ, ഓപ്ഷൻസിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നമുക്ക് ടെസ്ല തന്നെ മാർക്ക് ചെയ്യാം. ഇനി ടെസ്ലയും ഗോസും തമ്മിലുള്ള ആ ഒരു റിലേഷനും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്നാ റിപ്രസെന്റ് ചെയ്യുന്നത് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫ്ലക്സ് എന്ന് പറയുന്നത് 200 മൈക്രോവെബർ ആണ്. അതായത് 200 into 10 power minus 6. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. 200 into 10 power minus 6 ഡിവൈഡഡ് ബൈ 2 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതിനെ മീറ്റർ സ്ക്വയർ ആക്കുക. അപ്പൊ 2 into 10 power minus 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
200 into 10 power minus 6 divided by 2 into 10 power minus 4 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 100. 200 by 20 എന്ന് 200 by 2 എന്ന് പറയുന്നത് 100 ആണ്. ഇൻറ്റു 10 power minus 6 divided by 10 power minus 4 എന്ന് പറയുമ്പോൾ നമുക്ക് 10 power minus 2 കിട്ടും. അപ്പൊ 10 into 10 power minus 2 എന്ന് പറയുന്നത് നമുക്ക് 1 ആയിരിക്കും കിട്ടുക. 1 വെബർ പെർ മീറ്റർ സ്ക്വയർ. വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ടെസ്ലയാണ്. സോ നമുക്ക് ഡയറക്ട്ലി തന്നെ 1 ടെസ്ല എന്ന ആൻസർ കിട്ടും. 1 ടെസ്ല ഓപ്ഷനിലുണ്ട്. സോ നമുക്കത് ഡയറക്ട്ലി തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഗോസും ടെസ്ലയും തമ്മിലുള്ള റിലേഷൻ തരാം. 1 ടെസ്ല എന്ന് പറയുന്നത് 10 power 4 ഗോസ് ആണ്. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. 1 ടെസ്ല എന്ന് പറയുന്നത് 10 power 4 ഗോസ് ആണ്. അപ്പോ എങ്ങാനും നമുക്കിപ്പോ 1 ടെസ്ല തന്നിട്ടുണ്ട്, ഗോസ് വേറെ 0.1 എന്നും 1 എന്നും തന്നിരിക്കുന്നത്. അപ്പം അതൊന്നും നമുക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ആ ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. എന്നാലും ടെസ്ലയും ഗോസും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒന്ന് നോക്കി വയ്ക്കും. 1 ടെസ്ല എന്ന് പറയുന്നത് 10 power 4 ഗോസ്. ഓക്കെ, ബാക്കി നമ്മൾ സൊല്യൂഷൻ ഒക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ സൊല്യൂഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What will be the induced EMF if a coil of 100 turns cuts lines of force at the rate of 3 Weber per second? വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന്റെ വാല്യൂ ആണ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓഫ് എ കോയിൽ. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് EMF E തന്നെയാണ്. ഇനി അത് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാ? 100 ടേൺസ് കട്ട്സ് ദി ലൈൻസ് ഓഫ് ഫോഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 3 വെബർ പെർ സെക്കൻഡ്. 100 ടേൺസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് അല്ലെ? അപ്പൊ ഈ 100 എന്ന് പറയുന്നത് n, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ, n ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് എന്താ? ഇറ്റ് കട്ട്സ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 3 വെബർ പെർ സെക്കൻഡ്. വെബർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്തിനെയാ റീപ്രസെന്റ് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. വെബർ പെർ സെക്കൻഡ്, ചേഞ്ച് ഇൻ ഫ്ലക്സ് പെർ ചേഞ്ച് ഇൻ ടൈം, അതാണ് വെബർ പെർ സെക്കൻഡ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുമ്പം ഈ 3 എന്ന് പറയുന്നത് എന്താണ്? d∅ ഡിവൈഡഡ് ബൈ dt എന്ന് പറയുന്നതാണ് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേൺസും ചേഞ്ച് ഇൻ ഫ്ലക്സുമാണ് തന്നിരിക്കുന്നത്. സോ അത് രണ്ടും വെച്ചിട്ടുള്ള EMF കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? E ഈസ് ഈക്വൽ ടു n ഇൻറ്റു d∅, നമ്മുടെ ഫാരഡേസ് ലോ, d∅ ഡിവൈഡഡ് ബൈ dt. അഗെയിൻ കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. 100 ഇൻറ്റു 3, വേറെ ഒന്നും ചെയ്യണ്ട. 100 ഇൻറ്റു 3, n എന്ന് പറയുന്നത് 100, d∅ by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 3 ആണ്. സോ 100 ഇൻറ്റു 3 നമുക്ക് ആൻസർ എത്ര കിട്ടും? 300. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട്. ഓപ്ഷനിലുണ്ട് 300. ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് സൊല്യൂഷൻ. എന്ത് തന്നിട്ടുണ്ട്? d∅ by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നിട്ടുണ്ട്. 3 വെബർ പെർ സെക്കൻഡ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ഇൻ SI സിസ്റ്റം ഓഫ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. SI സിസ്റ്റത്തിലാണ് അത് നമ്മൾ നോക്കണം. SI സിസ്റ്റം ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താ? വെബർ. SI സിസ്റ്റത്തില് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. വേറെയും തന്നിട്ടുണ്ട്, ഗോസ് എന്നും മാക്സ്വെൽ എന്നും ഹെൻറി എന്നും തന്നിട്ടുണ്ട്. ഹെൻറി നമുക്കറിയാം ഇൻഡക്ടൻസിന്റെ വാല്യൂ, സെൽഫ് ഇൻഡക്ടൻസോ മ്യൂച്വൽ ഇൻഡക്ടൻസോ സിംപ്ലി ഇൻഡക്ടൻസോ ഹെൻറി ആണ്. ഇനി മാക്സ്വെൽ എന്ന് പറയുന്ന ഒരു സംഭവം തന്നിട്ടുണ്ട്. മാക്സ്വെൽ എന്ന് പറയുന്നതും ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ്, പക്ഷേ SI സിസ്റ്റം അല്ല. CGS സിസ്റ്റത്തിലാണ് ഫ്ലക്സിന്റെ യൂണിറ്റ് മാക്സ്വെൽ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. SI സിസ്റ്റത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. വെബറും മാക്സ്വെല്ലും ടെസ്ലാഗോസ് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വെബർ എന്ന് പറയുന്നത് 10⁸ മാക്സ്വെൽ ആണ്. 1 ടെസ്ല എന്ന് പറയുന്നത് 10⁴ ഗോസ് ആണ്.
1 ഗോസ് എന്ന് പറയുന്നത് 1 മാക്സ്വെൽ പെർ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 10⁻⁻4 വെബർ പെർ മീറ്റർ സ്ക്വയർ. കാരണം ഒരു ടെസ്ല അല്ലെങ്കിൽ ഒരു വെബർ പെർ മീറ്റർ സ്ക്വയർ 10⁻4 ഗോസ് ആണെങ്കിൽ ഒരു ഗോസ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു വരും. 10⁻4 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ 10⁻⁻4 ടെസ്ല അല്ലെങ്കിൽ 10⁻⁻4 വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ? വെബർ ഉണ്ട്, ഗോസ് ഉണ്ട്, മാക്സ്വെൽ, ഹെൻറി. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സിന്റെ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് ആണ്. ഗോസ് മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ യൂണിറ്റ് ആണ്. മാക്സ്വെൽ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഇൻ CGS സിസ്റ്റം. കേട്ടോ, CGS സിസ്റ്റം ആണ്. കാരണം ഇപ്പൊ നമ്മൾ SI യൂണിറ്റ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ആ CGS സിസ്റ്റം നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല. സോ CGS സിസ്റ്റത്തില് മാക്സ്വെൽ ആയിരുന്നു ഫ്ലക്സിന്റെ യൂണിറ്റ്. ഇപ്പൊ പക്ഷെ നമ്മൾ വെബറാണ് ഫ്ലക്സിന്റെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഹെൻറി. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. അടുത്തത് ഫ്ലക്സ് ലിങ്കേജ് ഈക്വൽസ് ഫ്ലക്സ് ടൈം ഏരിയ ഓഫ് കോർ, flux time number of turns times area of core, flux times number of turns times length of core, flux times number of turns. Flux linkage ആ ചോദിച്ചേക്കുന്നത്. ഇപ്പൊ ഫ്ലക്സ് ടൈംസ് ഏരിയ ഓഫ് കോർ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് കോർ ഏരിയ ഓഫ് കോർ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻറ്റു ഏരിയ. ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ് ടൈംസ് ഏരിയ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് N ഇൻറ്റു A. കേട്ടോ, ഫ്ലക്സ് ഇൻറ്റു 5 ഇൻറ്റു N ഇൻറ്റു A. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ് ടൈംസ് ഏരിയ. അടുത്ത് തന്നിരിക്കുന്ന ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ് ടൈംസ് ലെങ്ത്, അതായത് 5 ഇൻറ്റു N ഇൻറ്റു L, 5NL. ഇത് 5NA, ഇത് 5 ഇൻറ്റു A. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്ന എന്താ? ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ്, അതായത് ഫ്ലക്സ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഇതെന്ന് പറയുന്ന ഫ്ലക്സ് ഇൻറ്റു ടോട്ടൽ ഏരിയ. ഇത് ഫ്ലക്സ് ഇൻറ്റു ഏരിയ ഇൻറ്റു N. ഇത് ഫ്ലക്സ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു N. അപ്പം ഇതിൽ ഏതായിരിക്കും ഫ്ലക്സ് ലിങ്കേജ്? ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു N5 ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഫ്ലക്സ് ലിങ്കേജിനെ സൈ എന്ന റീപ്രസെന്റ് ചെയ്യുന്നത്. സൈ ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, ഫ്ലക്സ് ടൈംസ് നമ്പർ ഓഫ് ടേൺസ്. അടുത്തത് magnitude of induced EMF in a coil is directly proportional to rate of change of flux linkage. This is known as ഏതാണ്? Magnitude of induced EMF in a coil is directly proportional to rate of change of Faraday's second law. Yes, Faraday's second law of electromagnetic induction. Okay, E is proportional to d phi by dt. അതാണ് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. E is proportional to d phi by dt. അത് പറയുന്നത് Faraday's second law of electromagnetic induction ആണ്. Magnitude of induced EMF in a coil is directly proportional to the rate of change of flux linkage. അതിനെയാണ് ഇറ്റ്സ് നോൺ as Faraday's law of electromagnetic induction. And അത് E is proportional to d phi by dt. അപ്പൊ അതിന് E is equal to മൈനസ് n. ഇത് ലെൻസസ് ലോ അനുസരിച്ച് നമ്മളൊരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുന്നു. ഈസ് നോൺ as Faraday's law of electromagnetic induction. ഓക്കെ, അടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ്. സോളിനോയിഡിന്റെ അകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം, സീറോ, ഇൻക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്, ഡിക്രീസസ് വിത്ത് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് എങ്ങനെയായിരിക്കും? Uniform. Uniform. It is uniform. Magnetic field inside a solenoid is always uniform. എന്നുവെച്ചാൽ എല്ലാ പോയിന്റിലും എല്ലാ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് μ0 Ni ഡിവൈഡഡ് ബൈ L. നമ്പർ ഓഫ് ടേൺസ്, കറന്റ്, പെർമിയബിലിറ്റി, permeability of free space divided by inductance. By length. അടുത്തത്
Induced EMF is maximum if the conductor cuts the magnetic field at. അപ്പോൾ എപ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആവുന്നത്? കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്, അത് അല്ലെങ്കിൽ ഏത് ആംഗിളിൽ കട്ട് ചെയ്യുമ്പോഴാണ് ഇൻഡ്യൂസ്ഡ് EMF മാക്സിമം ആവുന്നത്? 90 ഡിഗ്രി. 90 ഡിഗ്രിയാണ് ആൻസർ. എങ്ങനെയാ അത് നമ്മൾ പറയാൻ പറ്റുക? നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ BLV sin തീറ്റ, ആ ഒരു ഫോർമുല അറിയാലോ. ഇൻഡ്യൂസ്ഡ് EMF സ്മോൾ e is equal to അല്ലെങ്കിൽ E is equal to BLV sin തീറ്റ, അതാണ് ഫോർമുല. BLV into sin theta. BLV sin theta. അപ്പൊ 90 ഡിഗ്രി ആവുന്ന സമയത്ത് sin 90 എന്ന് പറയുന്നത് 1 ആണ്. സോ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ആയിരിക്കും ഓക്കർ ആവുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF when the conductor cuts the magnetic field is given by E is equal to BLV sin theta. തീറ്റ 90 ആയിരിക്കുന്ന സമയത്ത് sin 90 is 1. സോ 90 ഡിഗ്രി ആയിരിക്കുമ്പോൾ മാക്സിമം EMF ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. കാരണം sin 90 അല്ലേ, sin 90യുടെ വാല്യൂ 1 ആയിരിക്കും, sin തീറ്റയുടെ വാല്യൂ 1. അപ്പൊ മാക് B ഇൻറ്റു എൽ ഇൻറ്റു വി മാത്രമേ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. B ഇൻറ്റു എൽ ഇൻറ്റു വി ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. കാരണം സൈനിന്റെ ബാക്കി വാല്യൂസ് ഒക്കെ, സൈൻ തീറ്റ, ആ തീറ്റയുടെ ബാക്കി വാല്യൂസ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും എന്തായാലും കുറവായിരിക്കും. സോ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി മാക്സിമം when തീറ്റ is equal to 90 degree. അടുത്തത്, ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം. Force between two magnetic poles placed in a medium. Directly proportional to distance between them. Directly proportional to square of distance between them. Inversely proportional to distance between them. And inversely proportional to square of distance between them. ഈ ഡൈപോൾസ് ഒക്കെ പഠിച്ച സമയത്ത് വന്നിട്ടുണ്ടാവും. F is proportional to എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോൾസ് നമ്മൾ R എന്ന് എടുക്കുന്നത്. അപ്പൊ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണോ, പ്രൊപ്പോർഷണൽ ടു 1/r ആണോ, പ്രൊപ്പോർഷണൽ ടു 1/r² ആണോ, പ്രൊപ്പോർഷണൽ ടു r² ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഫോർമുല? പറയാം. ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, 1/4πμ ഇൻറ്റു m1 m2 ഡിവൈഡഡ് ബൈ r². m1 m2 എന്ന് പറയുന്നത് രണ്ട് പോളിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് ദി ഫസ്റ്റ് പോളും സെക്കൻഡ് പോളും ആണ്. മ്യൂ നിങ്ങൾക്ക് അറിയാം, ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി. r ആണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോൾസ്, ടു മാഗ്നറ്റിക് പോൾസ്. അപ്പൊ ഫോഴ്സിന്റെ ഫോർമുല, ലോ ഓഫ് മാഗ്നറ്റൈസിംഗ് ഫോഴ്സ് അനുസരിച്ച് ഫോഴ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/4πμ m1 m2 ഡിവൈഡ് ബൈ r². അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ക്ലിയർ ആവുന്നത്? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാഗ്നറ്റിക് പോൾസ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Force is force between two magnetic poles placed in a medium is inversely proportional to the square of distance between the two magnetic poles. Okay. അടുത്തത്, velocity of electromagnetic wave 3 into 10 raised to 8 kilometer per second, 1.86 into 10 raised to 8 miles per second, 3 into 10 power 8 meter per second, none of the above. എന്തായിരിക്കും? Speed of electromagnetic wave 3 into 10 raised to 8. ആണോ? Sorry, 3 into 10 raised to 8 meter per second. C. മീറ്റർ പെർ സെക്കൻഡ്. സി ആണ് ആൻസർ. അത് ഇവിടെയും വീണ്ടും യൂണിറ്റ് ശ്രദ്ധിക്കണേ, യൂണിറ്റ് കറക്റ്റ് ആയിട്ട് നോക്കുക. ആദ്യത്തത് കിലോമീറ്റർ, നമ്മുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡിലാണ് വരുന്നത്. 3 into 10 power 8 meter per second. Velocity of electromagnetic waves is 3 into 10 raised to 8 meter per second. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കോണ്ടാക്ട് വരുമ്പോഴത്തേക്കുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും, ദാറ്റ് ഇസ് 3 into 10 raised to 8 meter per second. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കാരണം യാതൊരു ഡിഫ്ലക്ഷനും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഉണ്ടാവാൻ സാധ്യതയില്ല. Two coils of self-inductance 0.2 Henry and 0.3 Henry and mutual inductance 0.1 Henry are connected in series. അപ്പൊ സീരീസ് ആയിട്ട് രണ്ട് കോയിൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് 0.2 0.3 mutual inductance 0.1. Some of their EMFs are additive. EMFs additive ആണ്. അങ്ങനെയാണെങ്കിൽ find the equivalent inductance. ഇപ്പൊ നമ്മൾ ആ ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ടാണ് അഡിറ്റീവും
എന്താണ് ഡിഫറൻഷ്യലും നമ്മൾ നോക്കുന്നത്. അപ്പോ ഇ എം എഫ്സ് അഡിറ്റീവ് ആണെങ്കിൽ ഈക്വലന്റ് ഇൻഡക്ടൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? എൽ ഈക്വലന്റ് ഈക്വൽ ടു അല്ലെങ്കിൽ ടോട്ടൽ ഇൻഡക്ടൻസ് ഈക്വൽ ടു എന്തായിരിക്കും ഫോർമുല? L1 inductance of first coil plus inductance of second coil plus 2 times plus ആണ് plus 2 times the mutual inductance between the coils. Okay, inductance of first coil plus inductance of second coil plus twice the mutual inductance. ഇതാണ് ഫോർമുല. അഡിറ്റീവ് വരുമ്പോൾ. സബ്ട്രാക്റ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ വരുമ്പോൾ ഇതിന് പ്ലസിന് പകരം മൈനസ് വരും. കാരണം അത് ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അഡിറ്റീവും ഡിഫറൻസും വരുന്നത് ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ടാണ്. അപ്പോ ഇനി ഈസി അല്ലേ? L1 L2 plus 2m അഡിറ്റീവ് ആയതുകൊണ്ടാണ്. സബ്ട്രാക്റ്റീവ് ആണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ? L1 plus L2 minus 2m വരും. L1 plus L2 minus 2m. സീരീസ് ആണെങ്കിലും പാരലൽ അങ്ങനത്തെ കണക്ഷൻ വരും, അറിയില്ല അതുകൊണ്ട്. അല്ല, സീരീസ് തന്നെ. ഇത് സീരീസ് തന്നെയാണ്, സീരീസിന് തന്നെയാണ്. പാരലൽ ആണെങ്കിലോ? പാരലൽ ആണെങ്കിൽ ഫോർമുല വ്യത്യാസമുണ്ട്. L1 L2 minus 2m divided by L1 plus L2 plus 2m അങ്ങനെ വരും സീരീസിനും പാരലലിനും. ഒന്നുകൂടി ഒന്ന് പറയാവോ? അത് ഒരു മിനിറ്റ്. അത് വേണമെങ്കിൽ ഞാനൊരു മറ്റേ ഫോർമുല ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫോർമുല കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഡയറക്ട്ലി തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇത് പറയുന്ന ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ടുള്ള ആ ഒരു റൂൾ വെച്ചിട്ട് നമ്മൾ ഈ അഡിറ്റീവ്, സബ്ട്രാക്റ്റീവ്, സീരീസ് സർക്യൂട്ടിനും പാരലൽ സർക്യൂട്ടിനും പറയുന്നത്. അപ്പം പാരലൽ സർക്യൂട്ട് ആ ഡോട്ടും കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഡോട്ട് കൺവെൻഷൻ എങ്ങനെയാ വരുന്നത്. ചിലപ്പോൾ ഫിഗർ തന്നിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പം ഫിഗറിലെ ആ ഡോട്ട് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം അതും എന്തോ ഫിഗറിലെ ഡോട്ട് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ഫിഗറുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ. അപ്പം ആ ഫിഗറും കൂടെ കാണിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കുമേ. ഈ ഒരു 2 പ്രോബ്ലം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഡിറ്റീവ് ആയതുകൊണ്ട് L1 plus L2 plus 2m ആണ്. ഓക്കെ, അപ്പൊ L1 ഉണ്ട്, L2 ഉണ്ട്, 2 into 0.1. L1 plus L2 plus 2m ചെയ്യുമ്പോഴത്തേക്കും 0.2 plus 0.3 0.5 0.5 plus 0.2 0.7 ഹെൻറി എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അടുത്തത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് 0.95. അങ്ങനെയാണെങ്കിൽ ദ മെറ്റീരിയൽ ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി μr ആണ്. μr 0.95. 0.95 എന്ന് പറയുമ്പോൾ 1-നെക്കാളും കുറവാണ്. ഇഫ് μr ഈസ് ലെസ് ദാൻ 1, then the type of material is ഏതായിരിക്കും? ഡയാ, പാര, ഫെറോ, നോൺ മാഗ്നറ്റിക്. എന്ത് മെറ്റീരിയൽ ആയിരിക്കും μr ലെസ് ദാൻ 1 ആയിരിക്കുമ്പോ? μr ഈസ് ലെസ് ദാൻ 1. μr ലെസ് ദാൻ 1 ആണെങ്കിൽ the material will be diamagnetic material. If μr is less than 1, the material will be diamagnetic material. പാരാമാഗ്നറ്റിക് ആണെങ്കിലോ μr ന്റെ വാല്യൂ എന്തായിരിക്കും? For paramagnetic material, paramagnetic ആണെങ്കിൽ μr greater than 1. Ferromagnetic ആണെങ്കിൽ relative permeability μr will be very much greater than 1. കേട്ടോ, 1-നെക്കാളും ഒത്തിരി കൂടുതലായിരിക്കും. ഇത് 1-നോട് അടുപ്പിച്ചുള്ള വാല്യൂ, 1-നെക്കാളും ഒരല്പം കൂടുതൽ വാല്യൂ ആയിരിക്കും. ഇത് വളരെ കൂടുതൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഡയാമാഗ്നറ്റിക് ലെസ് ദാൻ 1, പാരാമാഗ്നറ്റിക് മോർ ദാൻ 1, ഫെറോമാഗ്നറ്റിക് മച്ച് ലാർജർ അല്ലെങ്കിൽ മച്ച് മോർ ദാൻ 1. നെക്സ്റ്റ് വരുന്നത് പ്രോപ്പർട്ടി ബൈ വിച്ച് ദ മാഗ്നറ്റിക് മൊമെന്റ്സ് ഓഫ് എ മെറ്റീരിയൽ മെറ്റീരിയൽ ആർ ഓർഡർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ല, കൊടുക്കുന്നില്ല. മാഗ്നറ്റിക് മൊമെന്റ് ഒരേ ഡയറക്ഷനിൽ ഓർഡർ ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? പാര, ഫെറി, ഫെറോ, ആന്റി ഫെറോ. ഏതായിരിക്കും? ഒരേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് മൊമെന്റ് വരുവാണെങ്കിൽ അത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനാണ് ഇതേപോലെ മാഗ്നറ്റിക് ഡൊമൈൻസ് ഒരേ ഓറിയന്റേഷനിലായിരിക്കും.
ബാക്കിയുള്ളതിലൊക്കെ ഓറിയന്റേഷൻ മാറി വരും. പാരയും ഡയലും ഒക്കെ ഓറിയന്റേഷൻസ് ഒക്കെ മാറി വരും. അപ്പൊ ഫെറോയില് ഒരേ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മാതൃകാ ചോദ്യങ്ങൾ പരിശീലിച്ചുകൊണ്ട് നിങ്ങളുടെ റാങ്ക് ഉറപ്പിച്ചാലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു ഒരു സ്പെഷ്യൽ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും വെറും 499 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കിക്കോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.